കണ്ട അലവലാദികളെയും പിച്ചക്കാരെയൊക്കെ പിടിച്ച് പുറത്താക്കടാ. ഇറങ്ങ, എല്ലാരും ഇറങ്ങ, എല്ലാരും പുറത്തിറങ്ങ. ഇറങ്ങി. രാജു മോനെ, കല്യാണം കഴിപ്പിച്ചിട്ട് ഈ കാണുന്ന സ്വത്തുക്കളൊക്കെ അവളുടെ പേരിലാക്കി അതൊടുവില് ഈ പത്മയുടെ പേരിലേക്ക് മാറ്റാനായിരുന്നു ഇവരുടെയൊക്കെ ശ്രമം. ഇവളെന്തൊക്കെ കള്ളത്തരങ്ങളെ വീണ്ടും കെട്ടിച്ചമയ്ക്കുന്നേ? പ്രതാപേട്ട, ഇതെല്ലാം നുണയാ. എന്തൊരു നാശമാ ഇത്. പത്മേ, ഇതെല്ലാം ചെയ്തതേ ഈ രാജുവിന്റെ വീട്ടുകാരുടെ സപ്പോർട്ടോടെയാ. ഇതിനൊക്കെ കൂട്ടുനിന്നതേ രാജുവും രാജുവിന്റെ വീട്ടുകാരുവാ. ഇവരെന്തൊക്കെ മര്യാദയുടെ വിളിച്ചു പറയണേ? ഇവര് തല്ലിക്കൊല്ലാനും ഇവിടെ ആരുമില്ലേ? പവിത്രയായി വേഷം മാറി ഇവിടെ നിന്നത് ഇവളല്ലേ എന്ന് എടാ നീ ഒന്ന് ചോദിച്ചു നോക്ക്. ചേച്ചി പറഞ്ഞ സത്യമാണോ? അതെ, നിങ്ങളുടെ ജീവൻ രക്ഷിക്കാൻ എനിക്ക് അങ്ങനെ ഒരു വേഷം കെട്ടേണ്ടി വന്നു. പക്ഷെ ഇവള് പറഞ്ഞ മറ്റൊരു കാര്യവും സത്യമല്ല. എല്ലാവരും കൂടി ചേർന്ന് എന്നെ ചതിക്കായിരുന്നല്ലേ? അല്ല സാറേ, ഇനി ഒരു നിമിഷം ഞാൻ ഈ വീട്ടിൽ താമസിക്കില്ല. ചേച്ചി വന്നേ. പ്രതാപൻ നിക്ക്. ഋതികേ, രാജുവിനെ ഇനി മരുമകനായി കാണാനേ പ്രതാപൻ തയ്യാറല്ല. അവനുള്ള വീട്ടിലും ഇവൻ താമസിക്കില്ല. അതുകൊണ്ട് നിനക്കിപ്പോ തീരുമാനിക്കാം. നിനക്ക് അച്ഛനെ വേണോ അതോ ഭർത്താവിനെ വേണോന്ന് അതിപ്പോ പറയണം. മോള് വാ, നമുക്ക് നമ്മുടെ വീട്ടിൽ പോവാം. രാധമ്മ, എനിക്ക് കുറച്ച് സമയം എന്താ? ഞാൻ സത്യങ്ങളെല്ലാം അച്ഛനെ പറഞ്ഞ് ബോധ്യപ്പെടുത്താം. അവർക്ക് വേണ്ടി നീ മോശക്കാരിയാവുന്നു വേണ്ട. നിനക്ക് എന്താണോ തീരുമാനം അത് പറയാം. നീ രാജുവിനെ ഒഴിവാക്കുന്നില്ലെങ്കിൽ നിന്റെ സ്വത്തില് രാജുവിനും കൂടി അവകാശം വരും. രാജുവിന് കൂടി അവകാശമുള്ള ഈ വീട്ടില് പ്രതാപൻ താമസിക്കില്ല. ചേച്ചി, നമുക്ക് പോവാന്നല്ലേ പറഞ്ഞത്? ഇവളോടൊക്കെ എന്തിനാ കെഞ്ചുന്നേ? ഞാനൊന്ന് പറയട്ടെ. ഒറ്റൊരു വാക്ക് മതി. നിനക്ക് നിന്റെ അച്ഛനെ വഞ്ചിച്ചവരെ വേണോ അതോ അച്ഛനെ വേണോ? പറയൂ. അച്ഛനെ ഞാൻ ഇവരുടെ കൂടെ വിട്ട ഇവരെന്റെ അച്ഛനെ കൊല്ലും. എന്താ പറയാൻ ഇത്ര താമസം? അച്ഛാ, എനിക്കെന്റെ അച്ഛനെ മതി. നിനക്ക് അച്ഛനെ മതിയെങ്കിൽ അത് ഞങ്ങൾക്ക് കൂടി വിശ്വാസമാവണം. അതിന് രാജുവുമായോ അവന്റെ കുടുംബവുമായോ ഒരു ബന്ധവും ഇല്ലാന്ന് നീ പ്രതാപന്റെ പേരിൽ സത്യം ചെയ്യണം. ചെയ്യ്. നാഴികയ്ക്ക് 40 വട്ടേ നീ അച്ഛൻ അച്ഛനെന്ന് പറയുന്നത് പോലെ എളുപ്പമൊന്നും അല്ലത്. ഭർത്താവ് എത്ര മോശക്കാരനാണെങ്കിലുവേ
പിന്നീട് അതൊക്കെ മറന്ന് നീ അവന്റെ കൂടെ പോവും. അതുകൊണ്ട് പ്രതാപന്റെ പേരില് നീ സത്യം ചെയ്യുകയാണെങ്കിൽ ഞങ്ങൾ ഇവിടെ നിൽക്കാം, അല്ലെങ്കിൽ ഞങ്ങൾ ഇവിടുന്ന് പോവും. ചേച്ചി, അച്ഛാ, എന്റെ അച്ഛനാണ് സത്യം. എനിക്ക് അച്ഛൻ മാത്രം മതി. രാജുവിനെ എനിക്ക് വേണ്ട. ദീപകേ, കണ്ട അലവലാദികളെയും പിച്ചക്കാരെയൊക്കെ പിടിച്ച് പുറത്താക്കടാ. ഇറങ്ങ, എല്ലാരും ഇറങ്ങ, എല്ലാരും പുറത്തിറങ്ങ. ഇറങ്ങി. രാജു മോനെ, മോനെ എഴുന്നേക്ക് മോനെ. ക്ഷണിച്ചു വരുത്തിയിട്ട് അടിച്ചു പുറത്താക്കണ്ട, ഞങ്ങള് തന്നെ പോയിക്കോളാം. പ്രതാപവർമ്മ സാറേ, മഹാനായ നിങ്ങള് ഈ ഒരു പെങ്ങക്ക് വേണ്ടി ഇത്രയ്ക്ക് അല്പനാവൂന്ന് ഞങ്ങൾ കരുതിയില്ല. ഉദിച്ചുയർന്നിൽക്കുന്ന സൂര്യൻ ഈ പകൽ വെളിച്ചമാണ് സത്യം. കണക്ക് ചോദിക്കാതെ ഒരു കാലവും കടന്നുപോയിട്ടില്ല. കരുതിയിരുന്നോ? എന്റെ മോന്റെ കണ്ണീര് ഈ വീട്ടിൽ വീഴാൻ പാടില്ല. നിങ്ങളെല്ലാവരും ദഹിച്ചു പോവും. നീ അവിടെ തന്നെ. എനിക്ക് ഒരു അവകാശവും വേണ്ട. എല്ലാം നിങ്ങളുടെ പെങ്ങക്ക് കൊടുത്തേക്ക്. അവക്കെല്ലാം ആർത്തി. നീ പോകാൻ വരട്ടെ. നിന്റെ വിചാരണ ഞാൻ തുടങ്ങാൻ പോകുന്നേ ഉള്ളൂ.